അപ്പം നമുക്ക് പഞ്ഞി പോലെയുള്ള നമ്മളെ ഇളനീരപ്പം ഉണ്ടാക്കിയാലോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഇളനീര് അടിച്ച് എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ അരി പുതിർത്തി വെച്ച അരി അതിലേക്ക് ഇട്ടിട്ട് ഇതിനൊരു 2 സ്പൂണ് ചോറും കൂടെ ഇട്ടു കേട്ടോ. അത് ഒരു ഗ്ലാസ് ഒരു നാഴി അരിയാണ് ഞാൻ ആ ഇളനീരിക്ക് ഇട്ടത്. എന്നിട്ട് അത് പിന്നെ നുരയ്ക്കാൻ വെച്ചു, എന്താ അതിന് പറയുക ഞങ്ങളവിടെ, ഇങ്ങനെ പൊന്താൻ വെച്ചു. പിന്നെ എൻ്റെ സംസാരം കുറേ ആൾക്കാർക്ക് മനസ്സിലാവുണ്ടാവില്ല, നമ്മളെ മലപ്പുറം ഭാഷയാണ്. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കുന്നുണ്ട്, ഇന്നേയും കൊണ്ട് ഇങ്ങനെയൊക്കെ ആവുള്ളൂ കേട്ടോ. നമ്മളെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിങ്ങനെ പെളിമാണി പറയുന്ന പോലെ പൂവപ്പൊക്കെ ചുടാം. പക്ഷേ ഞാൻ പൂവപ്പൊക്കെ ഒന്നും ചുട്ടിട്ടില്ല കേട്ടോ. ഞാൻ നമ്മളെ ഒന്ന് ചുറ്റിച്ച് ചുട്ടു. അങ്ങനെ നമ്മളപ്പം റെഡിയായി. നമ്മളതിൽ ഒരിത്തിരി ഈസ്റ്റ് ഇട്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ ഇങ്ങനത്തെ മധുരം ഉള്ളതാണ് കുട്ടികൾക്ക് ഇഷ്ടം. ഞാനിത് കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ചുണ്ടാക്കി, കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടാക്കി. പഞ്ചസാര ഇട്ടത് ആദ്യം കഴിച്ചു കളഞ്ഞു. ഇനി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു മസാലയും കൂടിയും തയ്യാറാക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ആദ്യം ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സോയാബീൻ, സവാള, കോളിഫ്ലവർ, കിഴങ്ങ് ഇതെല്ലാം കൂടെ തട്ടും. അതിന് ശേഷം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല കുറച്ചിടും. പിന്നെ നമ്മളത് കുറച്ച് വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇത് എൻ്റെ മാത്രം റെസിപ്പിയാണ്, അതായത് വേഗം ഉണ്ടാക്കാനുള്ളത്. തട്ടിക്കൂട്ടിയിട്ടുള്ള ആക്കും പോലെ ഉണ്ടാക്കാനൊന്നും രാവിലെ സമയം ഉണ്ടാവില്ല. രാവിലെ വേഗം ഒരു കുക്കറിൽ, പക്ഷേ നല്ല കളറില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആവും കേട്ടോ. പിന്നെ നമ്മളിത് കടുക് താളിച്ചിട്ട് അതിലേക്ക് കുറച്ചും കൂടി ചിക്കൻ മസാല ഇടും. പിന്നെ ആ എണ്ണയിലേക്കാണ് ഇടുക ഇത്, പക്ഷേ എണ്ണയിലേക്ക് ഇടാൻ മറന്നുപോയി. പിന്നെ ഇത് ഗരം മസാല, അതും ഒരിത്തിരി വേണം കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി അതിലിടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ, കളറില്ല എന്നുള്ളപ്പോൾ. താങ്ക് യു.